ബിഗ് ബോസ് ബിബിമാടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ അനുമോള് പാല് കട്ട് കുടിച്ചു, നമ്മുടെ അനീഷിനും നൂറാക്കും കൊടുത്തു. അത് കൊടുത്തത് ദുരുദ്ദേശത്തിലാണെന്നാണ് ബിബിമ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. കാരണം അനീഷിന്റെ വലിയൊരു ഫാനാണ് നമ്മുടെ ബിബിമ. അപ്പം അനീഷിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ബിബിമക്ക് പൊള്ളും. അതുകൊണ്ട് തന്നെ അനീഷിനെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അനുമോൾ ഇത്തരത്തിലൊരു കള്ളത്തരം കാണിച്ചത്. ശനിയാഴ്ച ലാലേട്ടനെത്തുമ്പോഴത്തേക്ക് അനീഷിനെ തേച്ചൊട്ടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നമ്മുടെ ബിബിമ പറയുന്നതും ഒപ്പം തന്നെ ബിബിമ പലർക്കെതിരെയും പൊട്ടിത്തെറിക്കുന്ന ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ, പോവാം. നെവിന് പോകാനുള്ള വണ്ടി വെളി വന്ന് കിടക്കുന്നടാ. നെവിന് പോകാനുള്ള വണ്ടി വെളി വന്ന് കിടപ്പുണ്ട്. എന്തൊരു തോന്നിയ അവസാനത്ത് കാണിക്കുന്നത് നോക്ക്. അവനാണെങ്കിൽ വെള്ളം എടുക്കാൻ അനുവിന്റെ അവിടെ കൊണ്ടുപോയിച്ച്, അനുവിന്റെ കട്ടിൽ പെട്ടി കൊണ്ടുപോയിച്ച്, എന്നിട്ട് പെണ്ണിന്റെ പുറവേ നടന്ന് ശല്യം ചെയ്യുന്ന അവിടെ സിഗരറ്റിന്റെ വാട മാറി നടക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തോ ലാലേട്ടൻ അനുമോളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇതുപോലെ വേലകൾ കാണിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ? അനുമോളുടെ പുറവേ നടന്ന് അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മാത്രമല്ല. 2 ദിവസം മുമ്പേ നിങ്ങൾ പറഞ്ഞ ലക്ഷ്മി പോകാൻ നേരത്ത് നിങ്ങൾ എന്തോ പറഞ്ഞത്, നെവിൻ പാവം മോൻ കൊച്ചു വാവാടെ നിൽക്കട്ടെ. അല്ല, 3 ദിവസം കൊണ്ട് ഭയങ്കര അഹങ്കാരം അതിനകത്ത് കിടന്ന് കാണിക്കുന്നത്. ലാലേട്ടൻ വന്നവിടെ പറഞ്ഞ ലാലേട്ടനെ ഊശിയാക്കല്, ബിഗ് ബോസിനെ ഊശിയാക്കല്, അതിനകത്തുള്ളവരെ മൊത്തം ഊശിയാക്കല്. ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. ലാലേട്ടൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കത്തില്ല, അതിനകത്തുള്ള പിള്ളേർ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങനെ ഒരു ശല്യം ഉണ്ടോ? അത്രയ്ക്ക് നിങ്ങൾ വയലന്റ് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന അവനെ പറഞ്ഞു വിടണം ഈ ആഴ്ച തന്നെ, അല്ലെങ്കിൽ ഭയങ്കരമായ മോശമാണ്. ഫസ്റ്റ് ക്യാപ്റ്റൻ 3 പേരെ ക്യാപ്റ്റൻ ആക്കിയതേ ഫൗള്. പിന്നെ 3 പേരെയും കൂടെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയതേ ഫൗള്. ഇതോ ടിക്കറ്റ് പിന്നാലെ ടാസ്ക്. ടിക്കറ്റ് പിന്നാലെയാണെങ്കിൽ 100 കഴിവതും പിടിച്ചോണ്ട് നിന്നയാ. 100 ഭയങ്കര സെറ്റപ്പ് കൂടെ അവസാനം വരെ നിൽക്കും. പിടിച്ചോണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. പക്ഷെ പിടിച്ചോണ്ട് നിന്നത്, പക്ഷെ ഉള്ളവരെല്ലാം കൂടെ പന്ത് അതിനകത്ത് എറിഞ്ഞു കൊടുക്കുമ്പോൾ എത്രയെന്ന് പറഞ്ഞൊരു പെങ്കൊച്ചല്ലി. എന്നാലും അങ്ങനെ ശരിയാ, പന്ത് മണ്ടേ കിടക്കുമ്പോൾ വെയിറ്റ് ഉണ്ട്. ആണുങ്ങൾക്കൊപ്പം പിടിച്ചു നിന്നതാ. സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ സമയമെങ്കിൽ നിങ്ങൾ നൂറയുടെ ആരാധികയല്ലേ? നൂറയുടെ ആരാധികയല്ല, അനീഷിന്റെ ആരാധിക. അനീഷ് ആണെങ്കിൽ ആദ്യമേ വിട്ട്, അതും ഇതുപോലെ വെയിറ്റ് പൗഡർ വീണ് അങ്ങനെ വിട്ട്. പക്ഷെ ഒരു ടാസ്ക് കൊടുത്ത് ബിഗ് ബോസ് ആഴ്ച എനിക്ക് തോന്നുന്നത് വോട്ടിന്റെ പ്രകാരം വെച്ചിട്ട് സാബുമാനായിരിക്കും പോകുന്നത്. പക്ഷെ നെവിൻ പോകണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മൾ കമന്റ് ഇടുവായിരുന്നു, എല്ലാ സപ്പോർട്ടും ചെയ്യായിരുന്നു. പക്ഷെ നെവിൻ ഇപ്പൊ വൻ ബദമാവും. ഭയങ്കര വൃത്തികേടുകൾ. അനുമോളെ എനിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അനുമോളടുത്ത് ഇങ്ങനെ പുറകെ കാണിക്കാൻ കിടക്കുന്ന ബെഡിനകത്ത് ഒരു ചരുവ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ആ പെണ്ണിന്റെ പുറകെ നടന്നിട്ട് വെള്ളം കുടഞ്ഞു അപ്പൊ അവള് കുറച്ച് ജഗ്ഗിൽ വെള്ളം എടുത്ത് അവന്റെ ഇങ്ങനെ പെടലി ഭാഗത്ത് ഒഴിച്ചു. അങ്ങോട്ട് ചെന്ന് അതിന് എന്തുമാത്രം ശല്യപ്പെടുത്തി. ഇങ്ങനെ ആമ്പുള്ളൊരു പെൺപിള്ളേരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ കൊള്ളാവാ. ഞാനാണെങ്കിൽ കവല കുറ്റി അടിച്ചു പൊട്ടിച്ചാനായിരുന്നു. ഞാനങ്ങനെ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ നെവിൻ ഇറങ്ങിയിട്ട് അവന്റെ LCTV കാര്യം കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഒന്നും വരത്തില്ല. എന്നാലും നെവിൻ അവസാനം വരെ നിന്നിട്ട് നല്ല മര്യാദയ്ക്ക് നിന്ന് അവർക്കൊരു വിലയാക്കി പോകണമായിരുന്നു. ഭയങ്കര മോശമായിട്ടാണ്. പക്ഷെ അതിൽ 100 കൊള്ളാം കേട്ടോ. 100 ആ ടാസ്കിൽ അവസാനം വരെ നിന്ന്, പക്ഷെ ജയിച്ചത് ആര്യല്ല. കറക്റ്റാ. ബിഗ് ബോസ് കണ്ടിന്യൂ ആയിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ പ്രഷറല്ല, പലതും കയറും. എന്തായാലും ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടനെ ഊശിയാക്കുന്നു, ബിഗ് ബോസിനെ ഊശിയാക്കുന്നു. നെവിൻ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട്